ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവേർക്കും മംഗളം ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നാരായണീയം ദശകം 35 വായിക്കുന്നതെങ്കിലും കഴിഞ്ഞ ദശകത്തിലെ രാമാവതാരത്തിൻ്റെ ആ വർണ്ണനം തന്നെ തുടർച്ചയാണ്. രാമാവതാര വർണ്ണനം തുടർച്ച ബാക്കി ഇനി ഉണ്ട്. നമുക്ക് അത് 1-ാം ശ്ലോകം വായിക്കാം. ദശകം 35 രാമ അവതാര വർണ്ണനം തുടർച്ചയാണ്. നമുക്ക് ശ്ലോകം 1 വായിക്കാം. നീത സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായം ഉച്ചൈ ക്ഷിപ്ത്വാം അങ്കുഷ്ടേന ഭൂയോ ലുലവിധയുഗപൽപത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവ ഖാദോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാം അനേഷീർ വിരഹ തരളിതസ്ത്വം മതംഗാശ്രമാന്തേ നീത സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായ ഉച്ചൈ ക്ഷിപ്ത്വാ അങ്കുഷ്ടേന ഭൂയോ ലുലവിധ യുഗപൽപത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവ ഖാദോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാം അനേഷീർ വിരഹ തരളിതസ്ത്വം മതംഗാശ്രമാന്തേ. നമ്മൾ കഴിഞ്ഞ ദശകത്തിലെ അവസാന ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ ശ്രീരാമൻ പമ്പാ തീരത്ത് വെച്ച് വായുസുതനായ ഹനുമാനെ കണ്ടുമുട്ടി. ഹനുമാനെ സഹായത്തിന് കിട്ടിയതിൽ സന്തോഷിച്ച് അങ്ങനെയുള്ള ഭഗവാനും അപ്പോൾ അങ്ങനെ ആ ഹനുമാനെ കണ്ടുമുട്ടി അതിനുശേഷം ആ ഹനുമാനാൽ ആനീതനായി സുഗ്രീവ സന്നിധിയിലെത്തിയിട്ട് അതായത് സുഗ്രീവൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അത് ശ്രീരാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തു. അപ്പോൾ ഹനുമാനാണ് സുഗ്രീവൻ അടുക്കലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ സുഗ്രീവനും ശ്രീരാമനായിട്ട് എന്താ സഖ്യം ചെയ്തത്? സുഗ്രീവൻ്റെ ശത്രുവാണ് ബാലി. അപ്പോൾ സുഗ്രീവൻ്റെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ബാലിയെ വധിച്ച്, കാരണം ബാലിയെ പേടിച്ച് സുഗ്രീവൻ ഒളിച്ച് നടക്കുക. ബാലിയെ എവിടെ വെച്ച് കണ്ടാലും സുഗ്രീവനെ കൊല്ലും. അവർ അനിയനും ജ്യേഷ്ഠനുമാണല്ലോ. അപ്പോൾ ആ ഒരു ശത്രുവായിപ്പോയി. അപ്പോൾ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ഈ ബാലിയെ വധിച്ചിട്ട് കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് നൽകാമെന്ന് ആര് വാക്കുകൊടുക്കുന്നു? ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമനെ തിരിച്ച് സുഗ്രീവൻ എന്താ ചെയ്യുന്നത്? സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്ന് സുഗ്രീവനും അഗ്നിസാക്ഷിയായി ഹനുമാന്റെ മധ്യസ്ഥതയിൽ വാക്കു പറഞ്ഞു. ഇവർ രണ്ടുപേരും. ശ്രീരാമൻ പറഞ്ഞു സുഗ്രീവനെ സഹായിക്കാമെന്ന്, അതായത് ബാലിയെ വധിച്ചിട്ട് കിഷ്കിന്ധ രാജ്യം ഇദ്ദേഹത്തിന് കൊടുക്കാമെന്ന്. അപ്പോൾ എന്നാലേ ഇയാൾക്ക് നാട്ടിലും ഒക്കെ ഇറങ്ങി നടക്കാനും അല്ലെങ്കിൽ ഒളിച്ചാണ് സുഗ്രീവൻ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു കൊടുക്കാമെന്ന് ശ്രീരാമനും പറഞ്ഞു. അപ്പോൾ സുഗ്രീവൻ എന്താ പറഞ്ഞത്? സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് സുഗ്രീവനും വാക്കു പറഞ്ഞു. ആരുടെ മുമ്പിൽ വെച്ചാണ്? ഹനുമാന്റെ മധ്യസ്ഥതയിൽ വാക്കു പറഞ്ഞു. ബാലി അതിബലവാനായിരുന്നത്, അതായത് ഈ ജ്യേഷ്ഠനാണെന്ന് തോന്നുന്നു സുഗ്രീവൻ്റെ, അതുകൊണ്ട് അതിബലവാനായിരുന്നതിനാൽ കൊല്ലുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് പറഞ്ഞു. അത് തനിക്ക് കഴിവുണ്ടെന്ന് കാട്ടിക്കൊടുത്തു. ആരാ? ശ്രീരാമൻ. എങ്ങനെയാണ് കാട്ടിക്കൊടുക്കുന്നത്? അപ്പം അതിന് അത്രമാത്രം എളുപ്പമല്ല. ബാലിയെ കൊല്ലാൻ അത്രമാത്രം ഭയങ്കര ശക്തിമാനാണ്. അതുകൊണ്ട് സുഗ്രീവൻ്റെ ഈ വാക്ക് കേട്ടിട്ട് ഭഗവാൻ ശ്രീരാമൻ അത് കാട്ടിക്കൊടുത്തു. എങ്ങനെയാണ് കാട്ടിക്കൊടുത്തത്? സുഗ്രീവൻ പറഞ്ഞു, ദുന്ദുഭിയുടെ തല ഒരു പർവ്വതം പോലെ ഉള്ളതാണ്, എടുത്ത് പൊക്കി എറിയുന്നവന് ബാലിയെ കൊല്ലാനാകും. അപ്പോൾ ദുന്ദുഭി എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതം പോലെ വെയിറ്റ്, അത്രമാത്രം ഭയങ്കരമായ ഒരു തലയാണ്. അതിനെ പൊക്കിയെടുത്ത് എറിയാൻ പറ്റുന്ന ആർക്കായാലും ബാലിയെ കൊല്ലാനാകും. പിന്നെ പോരെങ്കിൽ കൂടാതെ ബാലിക്ക് മൽപ്പിടുത്തം നടത്താനുള്ള സപ്തസാലങ്ങളെ കിട്ടി, അതായത് 7 വൃക്ഷങ്ങൾ. ഈ 7 സാലങ്ങളെ ഒറ്റയടിക്ക് ഒന്നിച്ച് വീഴ്ത്തുന്നവനും ബാലിയെ കൊല്ലാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ ഇത് കേട്ടിട്ട് അങ്ങനെ എന്ത് ചെയ്തു? ശ്രീരാമൻ്റെ കാലിലെ പെരുവിരൽ കൊണ്ട് ആ ദുന്ദുഭിയുടെ തല പന്തെറിയുന്നത് പോലെ പൊക്കി എറിഞ്ഞു. ഒരേ ഒരു ശരം കൊണ്ട് സപ്തശാലങ്ങളെ, അതായത് ഈ 7 വൃക്ഷങ്ങളെ ഒരേ സമയം ഒരുപോലെ മുറിച്ച് വീഴ്ത്തുകയും ചെയ്തു. അപ്പോൾ
സുഗ്രീവന് മനസ്സിലായി താൻ ഭാര്യയെ കൊല്ലാൻ പ്രാപ്തനാണെന്ന് വിശ്വസിപ്പിക്കാനാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ബാലി സുഗ്രീവ യുദ്ധത്തിൽ സുഗ്രീവനെ കൊല്ലാൻ ഭാവിച്ച ബാലിയെ വൃക്ഷം മറഞ്ഞു നിന്ന്, അതായത് പിന്നെ എന്ത് ചെയ്ത് ബാലിയും സുഗ്രീവനായിട്ട് ഭയങ്കര യുദ്ധം ഉണ്ടായി. അപ്പോൾ സുഗ്രീവനെ കൊല്ലാനായിട്ട് ബാലി അടുത്തു. അപ്പം എന്ത് ചെയ്തു, വൃക്ഷത്തിൻ്റെ മറവിൽ മറഞ്ഞു നിന്ന് ഒളിയമ്പാൽ കൊന്നിട്ട് ഈ പറഞ്ഞ കാര്യം സാധിച്ചു കൊടുത്ത്. ഹനുമാന്റെ മധ്യസ്ഥയിലാണല്ലോ പറഞ്ഞത്, ഭഗവാനും സുഗ്രീവനും അഗ്നിസാക്ഷിയെ പറഞ്ഞത് ബാലിയെ കൊല്ലുന്ന കിഷ്കിന്ധരാജ്യം മടക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ വൃക്ഷത്തിൻ്റെ ഇവർ അന്യനും ജ്യേഷ്ഠനും കൂടെ ഗംഭീര യുദ്ധം നടന്നപ്പോൾ വൃക്ഷത്തിൻ്റെ മറവിൽ നിന്നും കൊണ്ട് ഒളിയമ്പാൽ ഇദ്ദേഹത്തിന് ബാലിയെ കൊന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി സുഗ്രീവൻ്റെ കടമയുള്ളത് സീതയെ അന്വേഷിച്ച് കൊടുക്കാനുള്ളത്. കാരണം വാക്ക് ശ്രീരാമൻ പാലിച്ചു, പക്ഷേ വർഷകാലം അന്വേഷണത്തിന് ബുദ്ധിമുട്ടായി. വർഷകാലം എന്ന് വെച്ചാൽ മഴക്കാലമായിപ്പോയി. അപ്പോൾ അന്വേഷിച്ച് പോകാൻ നടക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് വർഷകാലം എന്ന് വെച്ചാൽ മഴക്കാലം സീതയെ അന്വേഷണത്തിന് ബുദ്ധിമുട്ടാകയാൽ അത് കഴിയും വരെ, അത് മഴക്കാലം കഴിയും വരെ എന്ത് ചെയ്തു, മാതംഗ ആശ്രമത്തിന് സമീപം സീത വിരഹദുഃഖവും സഹിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. ശ്രീരാമൻ അങ്ങനെ മഴക്കാലം മൊത്തവും പോകുവോളം മാതംഗാശ്രമത്തിന് സമീപം സീതാദേവിയുടെ വിരഹ ദുഃഖവും ഇങ്ങനെ സഹിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ കഴിഞ്ഞുകൂടി. നമുക്ക് ശ്ലോകം 2 വായിക്കാം. ശ്ലോകം 2. സുഗ്രീവേണ അനുജോക്തിയാ സഭയം അഭിയത വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിഷു ദ്രുതമഥ ദൈതാമാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കാപിഭിരപി തഥാ ത്വൽപ്രിയാ സപ്രയാസൈ. സുഗ്രീവേണ അനുജോക്തിയാ സഭയം അഭിയതാ വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യദിക്ഷു ദ്രുതമഥ ദൈതാമാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കാപിഭിരപി തഥാ ത്വൽപ്രിയാ സപ്രയാസൈ. ഈ ശ്ലോകത്തിൽ അങ്ങനെ മഴക്കാലമായതിനാൽ അന്വേഷണം നടന്നില്ല. അപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് താമസിച്ചത് കൊണ്ടായിരിക്കാം ഭഗവാൻ ഇങ്ങനെ ലക്ഷ്മണനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അനന്തരം ഭഗവാന്റെ അനുജനായ ലക്ഷ്മണൻ്റെ വാക്ക് കേട്ട് ഭയന്നോടി വന്നു. കാരണം ഇദ്ദേഹത്തിനെ സുഗ്രീവൻ്റെ അടുക്കലേക്ക് വിട്ടായിരുന്നു ലക്ഷ്മണനെ. അപ്പോൾ സുഗ്രീവൻ വിളിച്ചു കൂട്ടിയ ആ വാനര സൈന്യം ഭഗവാന്റെ പത്നിയെ അന്വേഷിക്കുന്നതിനായി ഉടനെ തന്നെ എല്ലാ ദിക്കിലും പോകാൻ സന്നദ്ധരായി അങ്ങയെ ഭഗവാനെ വന്ദിച്ചു നിൽക്കുന്നത് കണ്ട് സന്തുഷ്ടനായി ഹനുമാനെ വിളിച്ച് മുദ്രമോതിരവും സന്ദേശവും കൊടുത്തയച്ചു. വാനരന്മാർ എല്ലാ വഴിക്കും ഭഗവാന്റെ പത്നിയെ അന്വേഷിച്ചു. അതെങ്ങനെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്, അത് ഞാൻ വായിക്കാം. മഴക്കാലം കഴിഞ്ഞിട്ടും സുഗ്രീവൻ സീത അന്വേഷണത്തിന് തയ്യാറായില്ല എന്ന് കണ്ട് രാമൻ അനുജനായ ലക്ഷ്മണനെ കിഷ്കിന്ധയ്ക്ക് അയച്ചു. ലക്ഷ്മണൻ കുപിതനായി കിഷ്കിന്ധയിലെത്തി അല്പം പരുഷമായി സംസാരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞല്ലോ, സുഗ്രീവൻ്റെ ഭാര്യയെ കൊന്ന് സന്തോഷമായപ്പോൾ ഇവിടെ താമസം ഉണ്ടായി സീതയെ കാരണം എത്ര നാളിങ്ങനെ വിരഹിച്ച് ദുഃഖിച്ചിരിക്കും ശ്രീരാമൻ. അങ്ങനെ ലക്ഷ്മണനെ പറഞ്ഞങ്ങോട്ട് അയച്ചു. അപ്പോൾ പരുഷമായി വെച്ചാൽ അല്പദേശത്തോടെ സംസാരിച്ചു. ആരോടാ? സുഗ്രീവനോട് ലക്ഷ്മണൻ. അപ്പോഴെന്ത് ചെയ്തു? ബാലിയെ കൊന്ന അമ്പ് ഇപ്പോഴും ആര്യപുത്രൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു. കാരണം സുഗ്രീവനെ ഒന്ന് ഭയപ്പെടുത്തുക ചെയ്തത്. കാരണം ബാലിയെ കൊന്നത് ആരാ? ശ്രീരാമനല്ലേ. കൊല്ലാനൊന്നും ആരാലും പറ്റാത്ത ഒരു ബാലിയെ കൊന്നത് ശ്രീരാമൻ്റെ അമ്പ് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വിവരം ഒന്നുകൂടെ എടുത്ത് അറിയിച്ച് ഓർമ്മിപ്പിച്ച് സുഗ്രീവനെ, അതായത് ബാലിയെ കൊന്ന ആ അമ്പ് ഇപ്പോഴും ആര്യപുത്രൻ എന്ന് വെച്ചാൽ ശ്രീരാമൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു. കാരണം അത് എടുത്ത് പ്രയോഗിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. കാരണം സുഗ്രീവൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ സുഗ്രീവനെ ഇതുപോലെ കൊല്ലും എന്നുള്ളൊരു അർത്ഥമാണ് അതിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് അതിപ്പോഴും ജ്യേഷ്ഠൻ്റെ കയ്യിൽ ആര്യപുത്രൻ്റെ പക്കലുണ്ട്, ശ്രീരാമൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു. ഇത്
കണ്ട് ഭയന്ന സുഗ്രീവൻ വാനര സൈന്യങ്ങളെ സംഘടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ വേഗം എല്ലാം ഭയന്നിട്ട്, കാരണം അദ്ദേഹത്തിന് അറിയാം ശ്രീരാമൻ എന്തും ചെയ്യാൻ മടിക്കുന്നവനല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സൈന്യങ്ങളെ മൊത്തം സംഘടിപ്പിച്ച്, വാനര സൈന്യങ്ങൾ വെച്ചാൽ ഈ കുരങ്ങ് സൈന്യങ്ങൾ വേഗം എവിടെ എത്തി? ഭഗവാന്റെ രാമദർശനത്തിനെത്തി. ഭഗവാനെ ശ്രീരാമന്റെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, ഇതാ ഈ സൈന്യങ്ങളെല്ലാം അങ്ങയുടെ നിയോഗം അനുസരിച്ച് എന്തും ചെയ്യാൻ സന്നദ്ധരാണ് എന്ന് സുഗ്രീവൻ ഭഗവാൻ ശ്രീരാമന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ഇതാ നിൽക്കുന്നു സൈന്യങ്ങൾ, അങ്ങയുടെ നിയോഗം അനുസരിച്ച് എന്ത് വേണം അത് ചെയ്യാനുള്ള സന്നദ്ധരായിട്ടാണ് വന്നിരിക്കുന്നത്, അരുളി ചെയ്യുകയേ വേണ്ടു. പെട്ടെന്ന് രാമൻ സന്തോഷിച്ച് സീത അന്വേഷണത്തിന് കപി സൈന്യങ്ങളെ നിയോഗിച്ച്, കപി വെച്ച കുരങ്ങ് സൈന്യങ്ങളെ നിയോഗിച്ച് ഹനുമാനെ പ്രത്യേകം വിളിച്ച് സീതയ്ക്ക് വിശ്വാസം വരുന്നതിനായി സന്ദേശവാക്കും, എന്താ സന്ദേശവാക്കുകൾ, അങ്കുലിയും അതിൻ്റെ ഒരു വാക്ക് പറഞ്ഞു വിടും. ശ്രീരാമനും സീതയ്ക്കും അറിയാവുന്ന എന്തെങ്കിലും ഒരു വാക്ക് ഹനുമാന് വിശ്വസിക്കാൻ വേണ്ടി. ഹനുമാനാണ് അവിടെ ചെന്നത്, സീതയ്ക്ക് അനുകൂലമായിട്ടാണ് ചെന്നെന്ന് അറിയണ്ടേ. ഹനുമാനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഈ സീത. അപ്പോൾ സീതയ്ക്ക് പരിചയമുള്ളൊരു വാക്ക് ഭഗവാൻ പറഞ്ഞു വിടുമ്പോൾ ഇത് യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സന്ദേശവാക്കും അങ്കുലീയവും കൊടുക്കാനായി ഏൽപ്പിച്ചു. അങ്കുലിച്ച മോതിരം. അപ്പോൾ മനസ്സിലാവുമല്ലേ ഭഗവാൻ തന്നെ പറഞ്ഞു വിട്ടതാണ്, ഇത് കാപട്യമല്ല എന്ന് ചിന്തിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി സന്ദേശവാക്കും അങ്കുലീയവും കൊടുക്കാനായി ഏൽപ്പിച്ചു. ആരെ ഏൽപ്പിച്ചു? ഹനുമാനെ. മറ്റു വാനര സംഘങ്ങൾ പല ദിക്കിലും കഷ്ടപ്പെട്ടു സീതയെ തെരഞ്ഞു. അങ്ങനെ ഈ സീതയെ അന്വേഷിച്ച് നടക്കുന്നു മറ്റ് വാനരന്മാർ. അതേസമയം ഹനുമാൻ എങ്ങോട്ട് പോയി? ഈ ഹനുമാൻ അങ്കുലീയവും ഒരു സന്ദേശവാക്കും കൊടുത്തു വിട്ടു. അങ്ങനെ ഹനുമാനും ഇതും കൊണ്ട് ഓരോ ദിക്കിലേക്ക്, പലരും പല ദിക്കിലേക്ക് പോയേക്കുവാണ്. ഏത് ദിക്കിലേക്കാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പല പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ വിട്ടു പോയേക്കുക. അപ്പോൾ ഹനുമാൻ അത്രമാത്രം വിശ്വസ്തനായതുകൊണ്ടാണ് സന്ദേശവാക്കും അതായത് പിന്നെ മോതിരം, അങ്കുലിയോ എന്ന് വെച്ചാൽ മോതിരവും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. എന്താ ഇത്? ശ്രീരാമൻ തന്നെ പറഞ്ഞു വിട്ട ആളാണ് എന്നറിയാനുള്ളൊരു വിശ്വാസത്തിന് വേണ്ടി. സീതയ്ക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ. നമുക്ക് ഇനി അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.